മാന്യ പ്രേക്ഷകർക്ക് ഒരു വക പതനീസയിലേക്ക് സ്വാഗതം. സാധാരണയായിട്ട് ഈ വേദിയിൽ ഒരുപാട് സിനിമാ താരങ്ങളൊക്കെയാണ് പങ്കെടുക്കുന്നത്. പക്ഷേ ഇന്ന് വന്നിരിക്കുന്നത് പ്രശസ്ത സീരിയൽ താരം സുജാ സുരേന്ദ്രനാണ്. രണ്ടുപേരും വന്നിട്ടുണ്ട്. നമുക്ക് അവരെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. വെൽക്കം സുജാ സുരേന്ദ്രൻ. നിങ്ങൾ വളരെ സന്തോഷമുണ്ട് നിങ്ങൾ ഈ ഒരു വക പതനീസയിൽ പങ്കെടുക്കാൻ വന്നതിന്. അപ്പോൾ ഞാൻ ആദ്യം ചോദിക്കുകയാണ്, സാർ ഒരു ഡയറക്ടറാണ്, മാഡം ഒരു നടിയാണ്. അപ്പോൾ നിങ്ങൾ ഈ സീരിയൽ ലൊക്കേഷനിൽ വെച്ചാണ് പരിചയപ്പെട്ടതെന്ന് അറിഞ്ഞു. അത് എങ്ങനെയാണ് അത് ബന്ധമുണ്ടായത്? സത്യം പറഞ്ഞാൽ സീരിയൽ ലൊക്കേഷനിൽ വെച്ചല്ല. അതായത് ഞാനൊരു മരണാവശ്യത്തിന് വേണ്ടി ഒരു മരിച്ച വീട്ടിൽ പോവാം. ഒരു കാരണവർ മരിച്ചു കിടക്കുന്നു, ഒരുപാട് പേരിന്ന് കരയുന്നു. സാധാരണ അങ്ങനെയാണല്ലോ. ഞാൻ നോക്കിയപ്പോൾ ഇതെല്ലാവരും കരച്ചിൽ, അവരുടെ ബന്ധക്കാരെല്ലാവരും കരച്ചിൽ നിർത്തിയിട്ടും ഒരു പെണ്ണ് മാത്രം പട്ടി മോങ്ങുന്ന പോലെ അങ്ങോട്ട് മോങ്ങുന്നു. അതെ, ഞാൻ നോക്കിയപ്പോൾ അപ്പൊ ഞാൻ ആലോചിച്ചു, ഇവളങ്ങ് കല്യാണം കഴിക്കുകയാണെങ്കിൽ നമ്മുടെ മലയാളികളെ കേരളീയ കംപ്ലീറ്റ് കരയിപ്പിക്കാൻ പറ്റുമെന്ന് തോന്നി. ഞാൻ ഡയറക്ടറാണല്ലോ, അതിനെന്തായാലും ഒരു കുറവുകൾ ഇതുവരെ വരുത്തിയിട്ടില്ല. അങ്ങനെ എന്റെ മരണം കൊള്ളാം. ഏതായാലും മാഡത്തിനെ അങ്ങനെ തെരഞ്ഞെടുത്ത് വളരെ സന്തോഷമുണ്ട്. മലയാളികളൊക്കെ പൊട്ടിക്കരിഞ്ഞുകൊണ്ടിരിക്കുക ഇപ്പം, അല്ലേ സാറ്? അപ്പം നമുക്ക് ആദ്യത്തെ ഒരു ചോദ്യത്തിലേക്ക് കിടക്കാം. ഞാനൊരു പാട്ട് പാടാം, അതാണ് ചോദ്യം. കുടമുല്ലപ്പൂവിനും മലയാളി പെണ്ണിനും ഉടുക്കാൻ ലാല പുടവ, കുളിക്കാൻ പനിനീർ ചോല, കൂന്തൽ മീനുക്ക ഞാറ്റുവേല, കൂന്തൽ മീനുക്ക ഞാറ്റുവേല. ഇതാണ് ചോദ്യം. മലയാളി പെണ്ണിനും കുടമുല്ലപ്പൂവിനും കുളിക്കാൻ ലാലപ്പുടവ. 3 ഉത്തരങ്ങളാണ് ഉള്ളത്. ഓപ്ഷൻ ഞാൻ തരാം. വെള്ളപ്പുടവ, ഒരു തകം മുട്ടയുടെ ഉള്ളിലെ മഞ്ഞപ്പുടവ, പിന്നെ ഒരുമാതിരി ചാണാപ്പച്ചപ്പുടവ. ഏതാണ് കറക്റ്റ്? ആലോചിച്ച് പറഞ്ഞാൽ മതി. വെള്ളപ്പുടവ. കമ്പ്യൂട്ടർ ചോദിക്കാമല്ലോ അല്ലേ? ഞാൻ ചോദിക്കും ഞാൻ. കമ്പ്യൂട്ടർ വെള്ളപ്പുടവ എന്നാണ് പറയുന്നത്. വളരെ കറക്റ്റാണ്, വെള്ളപ്പുടവയാണ്. മാഡത്തിന് ഇപ്പോൾ ₹1.75 സമ്മാനമായിട്ട് കിട്ടിയിരിക്കുകയാണ്. ഞാൻ ചിരിക്കുമ്പോൾ ഇത്തിരി ഓവറായി പോകുന്ന വിചാരിക്കുന്നത്. ഞാനത് ചോദിക്കണമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഈ ചിരിക്കുട്ടനെന്നല്ല എല്ലാവരും വിളിക്കുന്നത് ചിരിക്കുട്ടൻ. അപ്പൊ ഈ സാറിന്റെ ഒരു ചിരി കാണുമ്പോൾ എനിക്ക് ഒരു കാരണം തോന്നിയിട്ടുണ്ട്. എന്താണ് പറയണോണ്ട് തെറ്റൊന്നും തോന്നുന്നു. പറഞ്ഞോളൂ. അതായത് ഞങ്ങളുടെ നാട്ടിലൊക്കെ കോഴികളുണ്ടല്ലോ, കോഴികൾ മുട്ടയിട്ട് കഴിഞ്ഞിട്ടൊരു കൊക്കലുണ്ട്. കോഴി മുട്ടയിട്ട് കഴിയുമ്പോൾ പലരും പറയാറുണ്ട്, മുട്ടയിട്ട് കഴിയുമ്പോൾ ഇങ്ങനെ അതുപോലെ. ശരിയാണ്, വളരെ വളരെ സന്തോഷമുണ്ട് കേട്ടോ. അപ്പൊ പിന്നെ ചേട്ടാ, നമുക്ക് വേറെ ഞാൻ സാധാരണ എല്ലാവരും വരുമ്പം ഞാനൊരു പാട്ട് പാടാറുണ്ട്. ഞാൻ ആ പാട്ടൊന്ന് പാടിക്കോട്ടെ. ഒരു ചോദ്യമാണ്. നാദരൂപിണി ശങ്കരി പാഹിമാം വാഹിമാം ധൃതി മധുരധര നാഗരൂപിണി ശങ്കരി പാഹിമാ ഇതിപ്പം ഈ താക്കോല് തന്ന നന്നായി, അല്ലെങ്കിൽ ഞാൻ പ്ലാൻസ് ഇട്ട് മരിച്ചു പോയേനെ. ഞങ്ങൾക്ക് മനസ്സിലായി. എപ്പോഴും ചേട്ടനെ പറഞ്ഞ കൊണ്ടു കിടക്കണേ, അല്ലെങ്കിൽ എന്നെ പോലെ ആൾക്കാരൊക്കെ ചത്തു. പിന്നെ ചേട്ടാ, ഈ ചേട്ടനും ഈ വീടും സീരിയലുമായിട്ടുള്ള ബന്ധം എന്താണ്? സീരിയലിനെ പോലെയാണോ വീട്ടിലെ കാര്യങ്ങളും? അല്ല, വീടുമായിട്ട് ചെറിയ സീരിയലായിട്ടുള്ള ബന്ധമുണ്ട്. അതെന്താണ്? അതായത് ഞങ്ങൾ ഈ സീരിയലുകാരെന്ന് വെച്ചാൽ സാധാരണ വീട്ടില് സീരിയൽ ലൈറ്റുകൾ പിന്നെ ഞങ്ങൾ എന്തെങ്കിലും മേടിച്ചിട്ടുണ്ടെങ്കിൽ എപ്പിസോഡുകളായിട്ട് അത് പൈസ കൊടുക്കുള്ളൂ. ഈ സാരി വാങ്ങിച്ചിട്ട് ഇപ്പൊ 1500 രൂപ കൊടുത്തു കഴിഞ്ഞു. ഇനി ഒരു 5 എപ്പിസോഡ് ആയിട്ട് കൊടുക്കുള്ളൂ. നീട്ടും, ചിലപ്പോ കുറച്ചുകൂടി വലിച്ചു നീട്ടുമല്ലേ. ഏതായാലും കൊള്ളാം, വളരെ നല്ല ഒരു സംരംഭമാണ്. പിന്നെ ചേട്ടാ, ഞാൻ വേറൊരു മറക്കാൻ പറ്റാത്ത ഒരു ചോദ്യങ്ങൾ, വല്ല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ടോ മാഡത്തിന്?
മറക്കാൻ പറ്റാത്ത സംഭവം എന്ന് വെച്ചാ ഇപ്പൊ ഒരിക്കൽ ഇങ്ങനെ കരയണം എന്ന് പറഞ്ഞു, അതായത് പൊട്ടിക്കരയാൻ. എന്റെ സ്വന്തം ഫാദർ മരിച്ചിട്ട് കരയേണ്ട ഒരു സിറ്റുവേഷൻ ആയിരുന്നു. ഏട്ടൻ തന്നെ ഡയറക്ട് ചെയ്ത സീനിലായിരുന്നു. പക്ഷെ എന്ത് ചെയ്തിട്ടും എനിക്ക് കരച്ചിൽ വരുന്നില്ല. ഉള്ളി, സവാള, പിന്നെ ഗ്ലിസറിൻ എല്ലാം ഉപയോഗിച്ചിട്ടും കണ്ണീര് വരുന്നില്ല. ലാസ്റ്റ് അത് കഴിഞ്ഞ് അങ്ങനെ ആ സീൻ നമുക്ക് വൈകുന്നേരം എടുക്കാന്നൊക്കെ പറഞ്ഞു വെച്ചു. അത് കഴിഞ്ഞ് ഞാൻ ഏട്ടൻ്റെ അടുത്തു ഏട്ടാ ഇന്ന് എനിക്ക് പോകുമ്പോഴത്തേക്കും ഒരു ജ്യൂസ് മേടിച്ചു തരണം എന്ന് പറഞ്ഞു. ഏട്ടൻ പറഞ്ഞു ഇന്ന് ജ്യൂസ് കുടിക്കണ്ട, ഇന്ന് അത് അഭിനയിക്കാൻ പറഞ്ഞിട്ട് അഭിനയിച്ചില്ലല്ലോ, ജ്യൂസ് കുടിക്കണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ എനിക്കങ്ങ് സഹിക്കാൻ പറ്റിയില്ല, ഭയങ്കര കരച്ചിലായിരുന്നു. ഉടനെ തന്നെ അതങ്ങെടുത്തു. നമുക്ക് ഒരിക്കലും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ലല്ലോ അങ്ങനെ ഒന്നും. വളരെ നല്ലൊരു സംഭവമാണ്. ചേട്ടാ ഞാൻ വേറൊരു ചോദ്യം ചോദിക്കാം. പാട്ടാണ്. മഞ്ചാടിക്കിളി മൈന മൈലാഞ്ചിക്കിളി മൈന മൈന വേണു മൈന 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 മൈന. ഈ പാട്ട് പാടിയത് ആരാണ്? 3 ഓപ്ഷൻ തരാം. ജിക്കി, ചക്കി, ജുക്കി. 3 ഓപ്ഷനാണ്, ആലോചിച്ച് പറഞ്ഞാൽ മതി. അല്ല ഞാനൊരു വേറെ ഇപ്പൊ ഞാൻ ഈ പാട്ടിൽ തന്നെ അതിന്റെ ഉത്തരവുണ്ട്. പാട്ട് ഒന്നുകൂടി പാടാൻ ശ്രദ്ധിച്ചാൽ മതി. മഞ്ചാടിക്കിളി മൈന മൈലഞ്ചിക്കിളി മൈന. മനസ്സിലായോ? ജിക്കി. നീ പറയാലോ അല്ലേ? ജിക്കിയാണ് ഉത്തരം പറഞ്ഞിരിക്കുന്നത്. വളരെ കറക്റ്റാണ്. മാഡം പറഞ്ഞ ഉത്തരം ജിക്കിയാണ്. അപ്പോൾ മാഡത്തിന് ഇപ്പോൾ 3 രൂപ 65 പൈസ സമ്മാനമായിട്ട് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ പിന്നെ ചേച്ചി മാഡം പാട്ട് പാടുമോ? ഞാൻ ചെറുപ്പത്തിലേക്ക് ഒത്തിരി ക്ലാസിക്കലൊക്കെ ക്ലാസിക്കലൊക്കെ പഠിച്ച ഒരു പാട്ട് പാടിയാൽ വളരെ നന്നായിരിക്കും. അയ്യോ ആദ്യം ഈ സംഗീതം പഠിക്കണമെന്ന് മോഹമായി ചെന്നത് ഒരു സിംഹത്തിന്റെ കഴിഞ്ഞ് പിന്നെ ഞാൻ കൊണ്ട് ആക്കി ഏട്ടൻ എപ്പോഴും ഇങ്ങനെയാണ്. മോനു എന്തിനാ ഇതൊക്കെ ഇപ്പൊ പറയുന്നത്? ഭയങ്കര സ്നേഹം തോന്നല്ലേ? ഇന്നലെ ഒരു കണ്ണീർ സീരിയലിന്റെ ഷൂട്ട് ഉണ്ടായിരുന്നോണ്ട് ഒത്തിരി കരഞ്ഞതുകൊണ്ട് തൊണ്ട ശരിയല്ല. എന്നാലും ഞാൻ ട്രൈ ചെയ്യാം. ഒരു പാട്ട് പാടും. മാനസമൈനേ വരൂ മധുരം നുള്ളി തരൂ നിന്നരുമപ്പൂ. സന്തോഷമായി. നന്നായിട്ട് പാടുന്നുണ്ട്. ക്ലാസിക്കൽ പഠിച്ചതല്ലേ? സാറേ ഞാൻ വേറൊരു കാര്യം ചോദിച്ചോട്ടെ. ഞങ്ങൾക്ക് ഈ ഇപ്പൊ പറഞ്ഞല്ലേ ഉള്ളി സവാള ഞങ്ങളായിട്ടുള്ള ബന്ധം അറിയാല്ലേ? കണ്ണീർ സീരിയൽ, ഗ്ലിസറിൻ, ഉള്ളി സവാള. പച്ചക്കറിയായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പാട്ട് എന്തെങ്കിലും ഉണ്ടോ? ഞാൻ ഒരു ചോദ്യം ചോദിക്കാം. പച്ചക്കറിയുമായിട്ട്. അതെ അതെ. പച്ചക്കറിക്കായ തൊട്ടിൽ ഒരു മുത്തശ്ശി പൊട്ടറ്റ ചൊല്ലി അരണേവാ ഓന്തേവാ ഇത്തിരി തേനും കൊണ്ട് ഇത്തിരി പാലും കൊണ്ട് അങ്ങനോട് ഇങ്ങനോട് ഓടാടി ഓടാടി. അതിലൊരുപാട് കുഞ്ഞോളെ കുമ്മാളി മാമും കച്ചായുറങ്ങ് കുഞ്ഞോളെ കുമ്മാളി മാമും കച്ചായുറങ്ങ് വെള്ളരിപ്പിഞ്ചു പോലും ചുമ്മാ കള്ളക്കണ്ണീരൊഴുക്കി തക്കാളി പപ്പായി അച്ചിങ്ങ പിച്ചിങ്ങ വെണ്ടക്കയോടൊത്ത് പിച്ച വെച്ച് നടന്നു. ഈ പാട്ടിലെ പച്ചക്കറികളൊക്കെ കൂട്ടി ഏത് കറിയാണ് ഉണ്ടാക്കാൻ പറ്റുന്നത്? 3 ഓപ്ഷൻ തരാം. അച്ചാറ്, സാമ്പാറ്, ഉള്ളിത്തോരൻ. ഉള്ളിത്തോരൻ. ഉറപ്പാണോ? ഉറപ്പാണ്. ഉറപ്പാണ്. വല്ല ചേഞ്ച് ചെയ്യണമെങ്കിൽ ചെയ്തോ? ഒരു സെക്കൻഡ്. സാമ്പാറാണ്. കിച്ചണിലേക്ക് തന്നെ സാമ്പാറാണല്ലേ? ചേട്ടൻ നന്നായിട്ട് അറിയാലോ അല്ലേ? അപ്പൊ ഞാൻ ചോദിക്കാം. വളരെ കറക്റ്റാണ്, സാമ്പാറാണ് ഉത്തരം. അപ്പൊ ചേച്ചിക്ക് ഇപ്പം 7 രൂപ 85 പൈസ കിട്ടിയിരിക്കുകയാണ്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. വെണ്ണില ചന്ദന കിണ്ണം പുന്നമടക്കായലിൽ വീണേ കുഞ്ഞിളം കയ്യിൽ മെല്ലെ കോരിയെടുക്കാൻ വാ. വെണ്ണില ചന്ദന കിണ്ണം ലലലക്കായലിൽ വീണേ കുഞ്ഞിളം കയ്യിൽ മെല്ലെ കോരിയെടുക്കാൻ വാ. വെണ്ണില ചന്ദന കിണ്ണം വീണത് ഏത് പുഴയിലാണ്? ഉത്തരം ഞാൻ 3 ഓപ്ഷൻ തരാം.
പുന്നമട കായലിൽ, ആലപ്പുഴ കായലിൽ, കൊച്ചി കായലിൽ. കൊച്ചി ആലോചിച്ച് സമയം കളയണ്ട. ആലപ്പുഴ പറഞ്ഞു. ആലപ്പുഴ. ആലപ്പുഴ. ആലപ്പുഴ പറയാലോ അല്ലേ? പറഞ്ഞു. ആലപ്പുഴ. തെറ്റിപ്പോയി. ഉത്തരം വളരെ തെറ്റാണ്. പുന്നമുട കായലിലാണ് വെണ്ണില ചന്ദനക്കിണ്ണം വീണത്. അപ്പൊ നേരത്തെ പറഞ്ഞതിന്റെ സമ്മാനം കിട്ടൂല്ലോ. ഈ ആലപ്പുഴ കായലിനോട് ബന്ധിച്ചിടക്കുന്നതല്ലേ പുന്നമട കായൽ? എന്തായാലും തെറ്റിപ്പോയി. അപ്പൊ നമുക്ക് ഞാൻ വേറൊരു കാര്യം ചോദിക്കാം. ഈ മാഡം ഇപ്പൊ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സീരിയൽ എന്ന് പറഞ്ഞാൽ സ്വന്തം അനിയത്തിയുടെ ക്രൂരമായ പീഡനങ്ങൾ സഹിക്കാൻ പറ്റാതെ വളരെ ഭംഗിയായിട്ട് എല്ലാം സഹിച്ചുകൊണ്ട് വളരെ ഒതുങ്ങി കഴിയുന്ന ഒരു ക്യാരക്ടറാണ് ചെയ്യുന്നത്. വീട്ടിലും അതുപോലെ തന്നെയാണെന്ന് തോന്നുന്നു. സാർ ചോദിച്ചത് ഇവളുടെ കഴിഞ്ഞ സീരിയലല്ലേ? അതെ അതെ. അത് അനുജത്തി മാല മോഷ്ടിക്കുന്നു, പണം തട്ടിയെടുക്കുന്നു, കുഞ്ഞിനെ തട്ടിയെടുക്കുന്നു, എല്ലാം സഹിക്കുന്നു. എന്നിട്ടും വളരെ ശാന്തമായിട്ട് എല്ലാം സഹിക്കുന്ന ഒരു കഥാപാത്രമാണ്. അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു വീട്ടിലും അല്ലേ? ശരി. അപ്പോൾ വീണ്ടും ഒരുപാട് ഉയർച്ചകൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതോടൊപ്പം തന്നെ മാഡത്തിന് ഇപ്പം കിട്ടിയിരിക്കുന്നത് 8 രൂപ 75 പൈസയാണ്. അത് ഞാൻ ഇപ്പം തന്നെ തന്നേക്കാം. ഒരു മിനിറ്റ്. 25 തരാന്ന് പറഞ്ഞിട്ട് വന്നത്. അതെ, 24-25 തരാന്നായിരുന്നു പറഞ്ഞിരുന്നത്. വിളിച്ചപ്പോ 24-25 തരാന്നാ പറഞ്ഞാഴ്ച വിളിച്ചപ്പോ, ഇതിന് ഈ പ്രോഗ്രാമിന് വിളിച്ചപ്പോ 24 രൂപ. 8 രൂപ പറഞ്ഞോളൂ. ഇനിയും തരാനുണ്ട് ബാക്കി. അല്ല, ബാക്കി കഴിഞ്ഞിട്ട് പിന്നെ തന്നാ മതിയല്ലോ. ഇല്ല, 24 രൂപ തരാന്ന് പറഞ്ഞിട്ട് ഒരു ദിവസത്തെ ഷൂട്ടിംഗ് കളഞ്ഞിട്ട് ഞങ്ങൾ വന്നത്. സീരിയലിന് പോയി ഞങ്ങൾക്ക് 23 രൂപയെങ്കിലും കിട്ടിയാണ്. ഇല്ല, സമ്മതിക്കത്തില്ല. 24-25 തരാന്ന് വാക്ക് പറഞ്ഞ് വിളിച്ചിട്ടാ 4 ദിവസം എന്നെ പുറകെ നടന്ന് വിളിച്ചിട്ടാ ഞാൻ ഇതിന് വന്നത് കേട്ടോ. താൻ ഉണ്ടായിരുന്നു കേട്ടോ. വീട്ടിലിട്ട് ചവിട്ടിക്കൂട്ടണമാര് ഇവിടെ മര്യാദയ്ക്ക് വന്നോ, ഇല്ലെങ്കിൽ ഞങ്ങൾ സമ്മതിക്കത്തില്ല. അല്ല മാഡം ഭയങ്കര സഹനത്തിന്റെ ആളാണെന്നല്ലേ? ഭയങ്കര സഹനമൊക്കെ തന്നെ. പക്ഷെ 24-25 പൈസ തരാണ്ട് ഇവിടുന്ന് പോണ പ്രശ്നമില്ല. എന്റെ ദൈവമേ, സീരിയലിൽ മാത്രമേ ഉള്ളൂ ഈ സഹനവും കാര്യങ്ങളൊക്കെ. വീട്ടിലും ഇവിടെയൊക്കെ ഇങ്ങനെ തന്നെ കണ്ടില്ലേ? നമസ്കാരം. ഒരു വക പതിനിശയിൽ അടുത്ത പാർട്ടിസിപ്പൻസ് മറ്റാരുമല്ല, പ്രശസ്ത നർത്തകനും കൊറിയോഗ്രാഫറുമായ മിസ്റ്റർ വൈശാഖൻ. വെൽക്കം മിസ്റ്റർ വൈശാഖൻ. നമസ്കാരമുണ്ട്. നമസ്കാരം. വൈശാഖന്റെ നാട് എവിടെയാണ്? നാട് നാരങ്ങ പേര് ഇത് ചോദിക്കാനാണ് എന്നെ വിളിച്ചത്. നാട് ചോദിക്കുന്നത് ഇഷ്ടമല്ലെങ്കിൽ പോട്ടെ. എന്താണ് വൈശാഖന്റെ നാള്? എന്റെ നാള് കുട്ടിന്റെ ഒരു കാര്യം നാളെ ചോദിക്കണ്ട. നാളെ ഏതാണ്? നാള് മറ്റന്നാള്. ഞാൻ കരുതി മിനിയാന്നാളായിരിക്കുന്നു. അതോട്ടെ. അപ്പം ഞാൻ ഒരു പാട്ടിലേക്ക് കിടക്കുകയാണ്. അതിനൊരു പാട്ടിലൂടെയാണ് ചോദ്യം ചോദിക്കുന്നത്. അപ്പൊ തയ്യാറാണല്ലോ അല്ലേ? പാട്ട്. കഥയിലെ രാജകുമാരനും ഗോപകുമാരിയും ഒന്നാവാൻ പുഴയിലെ പൊന്നോളങ്ങളിൽ അവരൊരുക്കി. ഒരു മിനിറ്റ് ചിരിക്കുട്ട, ഇത് വളരെ തെറ്റാണ് ഈ പാട്ട്. എന്താണ്? ഇത് വളരെ തെറ്റാണ്. എനിക്ക് ഈ പാട്ടിൽ തന്നെ ഭയങ്കര ഒരു വൃത്തികെട്ട ഒരു വേർഡുണ്ട്. വൃത്തികെട്ട പാട്ടൊന്നുമല്ല, നല്ല പാട്ടല്ലേ. എന്താണ് വൃത്തികെട്ടുണ്ടെന്ന് പറഞ്ഞത്? ഞാനത് പറഞ്ഞു തരാം. കഥയിലെ രാജകുമാരനും ഗോപകുമാരിയും ഒന്നാവാം, പക്ഷെ രണ്ടാകാൻ പാടില്ല. ഇത് കുടുംബാസൂത്രണം. വളരെ തെറ്റായിട്ടുള്ളൊരു പാട്ടാണ് എൻ്റെ അറിവിൽ. വൈശാഖൻ, ഞാൻ ഉദ്ദേശിച്ചത് അതല്ല. കഥയിലെ രാജകുമാരി ഒന്നാകാം, പുഴയിൽ പൊന്നോളങ്ങളിൽ അവരൊഴുക്കിയത് എന്താണ്? തെറ്റിദ്ധരിക്കണ്ട. 3 ഓപ്ഷൻസ് തരാം. 1 ദീപങ്ങൾ, 2 കപ്പൽ, പിന്നെ ബോട്ട്. ഇതിലേതാണ് അവർ പുഴയിൽ ഒഴുക്കിയത്? ആലോചിച്ച് പറഞ്ഞാൽ മതി. ക്ലൂ തരാം. ക്ലൂ എന്ന് പറഞ്ഞാൽ ഒരു കത്തിക്കുന്ന സാധനം. ദീപങ്ങൾ. ചോദിക്കട്ടെ, ഉറപ്പാണല്ലോ അല്ലേ? ചോദിക്കാം. വളരെ കറക്റ്റാണ്. ദീപങ്ങളാണ് അവരൊഴുക്കിയത്. അപ്പം വൈശാഖിന് ഒരു 2 രൂപ 25 പൈസ സമ്മാനമായിട്ട് കിട്ടിയിരിക്കുകയാണ്. അപ്പം നമുക്ക് വേറെ കാര്യം ചോദിക്കാണ്. വൈശാഖിന് ഇഷ്ടമുള്ളൊരു പാട്ട് പാടും. ഇഷ്ടമുള്ള പാട്ട് എന്ന് പറഞ്ഞാൽ നല്ല പാട്ടുകളൊക്കെ ഇഷ്ടമല്ലോ. നല്ലൊരു പാട്ട്.
കൂടുതൽ നിങ്ങൾക്ക് തെയ്യാരയോടായിരിക്കും താല്പര്യം. എന്നെ ഇങ്ങനെ നോക്കരുത്, നോക്കി എനിക്ക് പാടാൻ പറ്റില്ല. ഞാൻ നോക്കുന്നില്ല, പാടിക്കോളൂ. തെയ്യർത്തും തെയ്തും തെയ്തും തെയ്യരുത്തും തെയ്യർത്തും തെയ്തും തെയ്തും തെയ്യരുത്തും പുലരെ പൂന്തോണി. അതല്ല, പുലരെ പൂന്തോണി എനിക്ക് ഇഷ്ടമല്ല. പിന്നെ എനിക്കിഷ്ടമുള്ള സന്ധ്യേ പൂന്തോണി. എന്താണ് സന്ധ്യ എന്ന് പറയുന്നത്? പുലരിയല്ലേ അത്? എനിക്ക് സന്ധ്യ ഇഷ്ടം. സന്ധ്യയാണ് ഇഷ്ടം. എന്താണ് ഇങ്ങനെ സന്ധ്യ ഇഷ്ടപ്പെടാൻ കാരണം? സന്ധ്യ ഇഷ്ടപ്പെടാൻ കാര്യം എന്ന് പറഞ്ഞാല് ഒന്നന്ത്യായെങ്കിൽ. ഇന്ന് 1-ാം തീയതി അല്ല, ഇന്ന് 2-ാം തീയതിയാ. അതല്ല, പിന്നെ ഒന്നന്ത്യായെങ്കിൽ. ഓ, സന്ധ്യയെങ്കിൽ കള്ളൻ. അപ്പോൾ ഞാൻ വേറൊരു ചോദ്യം ചോദിക്കാം. അല്ലിയാമ്പൽ കടവിലം വെള്ളം അന്ന് നമ്മളൊന്നായി തുഴഞ്ഞില്ലേ പുതുമ്പു വെള്ളം. ഇതാണ് ചോദ്യം. അല്ലിയാമ്പൽ കടവിൽ അന്ന് വെള്ളമുണ്ടായത് എവിടം വരെയായിരുന്നു? 3 ഓപ്ഷൻസ് തരാം. അരയ്ക്ക്, മുട്ട് വരെ, കഴുത്ത് വരെ. ഉത്തരം പറഞ്ഞോളൂ. ഒത്തിരി പറയട്ടെ? പറഞ്ഞോ. കറക്റ്റായിട്ട് പറയട്ടെ? പറയൂ. അരയ്ക്കൊപ്പം. അതിങ്ങനെ മുഖം മറച്ചു വെക്കണം എന്തിനാ? ഇങ്ങനെ വൃത്തിയിട്ട ചോദ്യം ചെയ്ത് പിന്നെ നാണാവില്ല. വളരെ നല്ലൊരു ചോദ്യമല്ലേ? അത് പോട്ടെ. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പ് നേരത്തെ 3 രൂപ 75 പൈസ ഇപ്പോൾ കിട്ടിയിരിക്കുകയാണ്. അടുത്ത ചോദ്യം എന്ന് പറഞ്ഞാൽ ഇഷ്ടമുള്ള ഒരു പാട്ട് പാടും. എനിക്ക് ഇഷ്ടമുള്ള പാട്ട് എന്ന് പറഞ്ഞാല് പറഞ്ഞോളൂ, പഠിക്കോളൂ. മനസ്സിൽ തട്ടിയൊരു പാട്ടുണ്ട്. ആണോ? കപകെട്ടിന്റെ ഒരു ഒന്നാംകിളി, രണ്ടാംകിളി, മൂന്നാംകിളി, നാലാംകിളി, അഞ്ചാംകിളി, ആറാംകിളി, ഏഴാംകിളി, എട്ടാംകിളി, അങ്ങോട്ട് കൊത്തി ഇങ്ങോട്ട് കൊത്ത കിളി ചുണ്ടൻ മാമ്പഴം, അങ്ങോട്ട് കൊത്തി ഇങ്ങോട്ട്. എന്താണ് അങ്ങോട്ട് കൊത്തി ഇങ്ങോട്ട് എത്തുന്ന? പെട്ടെന്ന് എൻ്റെ ഉള്ളിൽ നിന്ന് എന്തൊരു ഇത് പാട്ട് പാടുന്നു. അങ്ങോട്ട് കൊത്തി ഇങ്ങോട്ട് എത്തല്ലേ? അപ്പം ഇഷ്ടമുള്ള പാട്ട്. അപ്പം ഞാൻ വേറൊരു ചോദ്യം ചോദിക്കാം. അമ്മേ 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 നമ്മുടെ അമ്പിളി അമ്മാവനെപ്പ വരും? അമ്പിളിത്താരകൾ വാനിലുദിക്കുമ്പോൾ അത്തഴമുണ്ണാനെപ്പ വരും? അമ്മേ 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 നമ്മുടെ അമ്പിളി അമ്മാവനെപ്പ വരും? ഇതാണ് ചോദ്യം. അമ്പിളി അമ്മാവൻ എപ്പോൾ വരും? ഓപ്ഷൻസ് തരാം. രാത്രി 10:30, 11:30, വരില്ല. ഏതാണ് ഉത്തരം? ആലോചിച്ച് പറഞ്ഞാൽ മതി. ഒരു ക്ലൂ? ക്ലൂ ഒന്നുമില്ല. ഇല്ല ഇല്ല ഇല്ല, പറഞ്ഞോളൂ. വരില്ല. വരില്ല. ഞാൻ കമ്പ്യൂട്ടർ പറയട്ടെ? ഉറപ്പാണല്ലോ അല്ലേ? വളരെ കറക്റ്റാണ്. അമ്പിളിയമ്മ വരില്ല. അന്ന് അമാവാസി ആയതുകൊണ്ട്, അന്ന് കർത്തവായതുകൊണ്ട് അമ്പിളിയമ്മ വരില്ല. വളരെ എൻ്റെ ഉള്ളിൽ നിന്നൊരു കത്തലായി പോയി. വേറെ ഇഷ്ടമുള്ള ഏതെങ്കിലും പാട്ടുകൾ വല്ലതും ഉണ്ടോ? ഇഷ്ടമുള്ളതെന്ന് പറഞ്ഞാൽ പിന്നെ എനിക്ക് എൻ്റെ മനസ്സിൽ തട്ടിയേക്കുന്ന സാധനം പറഞ്ഞോളൂ. പുലയനാർ മണിയമ്മ പൂമുല്ല കലമാന്റെ മിഴിയുള്ള കളിത്തത്തമ്മ പുലയനാർ. എനിക്ക് ആ പാട്ട് ഈ തത്തമ്മയും കിളിയൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലേ? അപ്പോൾ നമ്മുടെ ഇവിടുത്തെ റൗണ്ട്സ് കഴിഞ്ഞിരിക്കുകയാണ്. ആകെ എല്ലാ ഗ്രൗണ്ടുകളിലും മത്സരിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ വൈശാഖിന് കിട്ടിയിരിക്കുന്ന സമ്മാനം 6 രൂപ 75 പൈസയാണ്. ആ സമ്മാനം ഞാനിപ്പോൾ തന്നെ വൈശാഖിന് തരാൻ പോവുകയാണ് കേട്ടോ. ഞാനിത് വാങ്ങിക്കാനല്ല ഇവിടെ വന്നത്. പിന്നെ എനിക്ക് ചിരിക്കുട്ടൻ എന്നെ അങ്ങനെയാണ് കരുതിയിരുന്നത്. പിന്നെ എന്തിനാ വന്നേ? എനിക്ക് ചിരിക്കുട്ടൻ, ഞാൻ ഈ പൈസ ചിരിക്കുട്ടൻ എൻ്റെ നേർക്ക് പൈസ വെച്ച് നീട്ടിയത് ശരിയായില്ല, അറിയാമോ? അയ്യോ, മത്സരിച്ച് കഴിഞ്ഞാൽ പൈസ അത് ശരിയായില്ല. അത് ചിരിക്കുട്ടൻ അറിയാമോ? ഞാൻ അല്പം സ്നേഹത്തിന് വേണ്ടി ഇവിടെ വന്നു. ചിരിക്കുട്ടൻ എൻ്റെ മുമ്പിലെ പൈസ വെച്ച് നീട്ടിയെന്ന് പറഞ്ഞില്ലേ? എനിക്ക് അല്ല, ഇത് ഒരു വക പതിനിസയിലെ അടുത്ത പാർട്ടിസിപ്പൻസ് മറ്റാരുമല്ല, ഒറ്റയിരിപ്പിൽ 10 ഫുൾ ഒരുമിച്ച് അടിച്ചു തീർത്ത നമ്മുടെ OPR മോനായിയും അദ്ദേഹത്തിൻ്റെ അമ്മയുമാണ്. വെൽക്കം മിസ്റ്റർ OPR മോനായി എൻ്റെ അമ്മ. നമസ്കാരം. നമസ്കാരം. അപ്പോൾ ചേട്ടൻ്റെ നാട് എവിടെയാണ്? ഇതൊരു പാട്ടിന്റെ പരിപാടിയല്ലേ? അതെ. അപ്പൊ നമുക്കൊരു പാട്ടിൽ കൂടെ തന്നെ അത് പറയുന്നുണ്ട്, കുഴപ്പമൊന്നും. ആയിക്കോട്ടെ, ഒരു പാട്ടിലൂടെ ആവാം. എന്നെ പിടിച്ചു നിന്ന് പറഞ്ഞ എല്ലാം വേണ്ട, ഇരുന്ന് പാടിയാൽ മതി.
ശ്വാസം കിട്ടത്തില്ല അതാണ്. ഓക്കെ ഓക്കെ ഓക്കെ. എന്റെ നാട് കുട്ടനാട്, ഡെയിലി ഞാൻ അടിക്കും വാറ്റ്. എന്റെ നാട്ടിൽ നാടൻ വാറ്റ്, വാറ്റടിച്ചാൽ പൂരപ്പാട്ട്. പൂരപ്പാട്ടാണ് ഭയങ്കര പൂരപ്പാട്ടാണ്. വളരെ നന്നായിരിക്കുന്നു, നല്ല പാട്ടാണ്. ഇത് അമ്മയല്ലേ? അമ്മ അല്ല, ഇതെന്റെ മോനാണ്. അല്ല, ഇത് മോനല്ലേ? ഇതെന്റെ അമ്മയാണ്. ഇത് അമ്മ. കൺഫ്യൂഷൻ ആക്കണ്ട. അപ്പൊ ഞാനൊരു പാട്ട് പാടാം. കൺഫ്യൂഷൻ തീർക്കണമേ, എന്റെ കൺഫ്യൂഷൻ തീർക്കണമേ. അപ്പൊ ഞാൻ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ഒരു പാട്ടാണ്. ആയിക്കോട്ടെ. കാട്ടിലെ മാനിന്റെ തോലുകൊണ്ടുണ്ടാക്കി മാരാരു പണ്ടൊരു നല്ല ചോരുണ്ട് തൊട്ടാൽ ചിരിക്കുന്നതല്ല, മേളത്തഴമ്പുള്ളലല്ല. കോലുണ്ട് തൊട്ടാൽ ചുളുമ്പുന്നതല്ല, മേളത്തഴമ്പുള്ളലല്ല. അതാണ് നമ്മുടെ ചോദ്യം. ഈ കാട്ടിലെ മാരാരുണ്ടാക്കിയത് എന്താണ്? അതെ, ഞാൻ 3 ഓപ്ഷൻസ് തരാം. ചെണ്ട, മണ്ട, വെണ്ട. ചെണ്ട. കമ്പ്യൂട്ടർ ആണല്ലോ അല്ലേ? കമ്പ്യൂട്ടർ പറയാലോ അല്ലേ? ചേട്ടൻ പറഞ്ഞ ഉത്തരം വളരെ കറക്റ്റ് ആണ്. ചെണ്ടയാണ്. ചേട്ടന് ഇപ്പോ ₹1.75 സമ്മാനമായിട്ട് കിട്ടിയിരിക്കുകയാണ്. കീപ് ഇറ്റ് അപ്പ്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ചേട്ടാ, ഇപ്പോ പത്രത്തിലൊക്കെ ഒരുപാട് വാർത്തകൾ വരുന്നുണ്ട്. ഈ കള്ള് ഷാപ്പിലെ കള്ളുടിയന്മാരുടെ മക്കൾക്ക് ഈ പുസ്തകവും യൂണിഫോം ഒക്കെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നു എന്ന് പറഞ്ഞു കേട്ടു മുതലാളി. അതിന്റെ സത്യാവസ്ഥ എന്താണ്? ഇപ്പൊ ഞാൻ ഒരു കാര്യം ചോദിച്ചു, ഈ ചിരുക്കൂട്ടിന് ഈ പരിപാടി നടത്തിട്ട് കിട്ടുന്ന പൈസ ഒക്കെ കൊണ്ട് എവിടെ ഇടുന്നത്? ഞാൻ ബാങ്കിൽ കൊണ്ടിടും. ബാങ്ക് കൊണ്ടിടും. അതെ, എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ബാങ്കാണ്. അവിടെ കൊണ്ട് പൈസ ഇടുന്നു, അവര് പുസ്തകം കൊടുക്കുന്നു, ബാങ്ക്. അതെ, നിക്ഷേപം നിങ്ങളുടെ നിക്ഷേപം അതല്ലേ? ഇപ്പൊ നേരത്തെ കുടിച്ചത് ഞാൻ ദേഷ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ കുട്ടികൾക്ക് ബുക്ക് കിട്ടുമല്ലോ, ഞാൻ ഇവനെ കുടിക്കാൻ പറഞ്ഞേക്കണം. അതെ, പക്ഷെ ഇവൻ ഒടുക്കത്തെ കൂടിയാണ്. ഇവനൊരു 10ന്റെ പൈസ ഇന്ന് അമ്മയെന്നും പറഞ്ഞിട്ട് തന്നിട്ടില്ലട്ടാ. എനിക്കൊട്ടും വേണ്ടതാനും ഞാനുള്ള കാര്യം വന്ന് പറയുകയാണ്. അല്ല സാരില്ല, ഈ മത്സരത്തിൽ നിന്ന് കിട്ടുന്ന പൈസ മുഴുവനായിട്ട് അമ്മയ്ക്ക് തരുമല്ലേ? അത് കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കണത്. ഇവൻ കുടിച്ച് നശിപ്പിക്കുമെന്ന് അറിഞ്ഞൂടെ ഇനി. ഓക്കെ, അപ്പൊ ഞാൻ ഒരു പാട്ട് പാടാം. അടുത്ത ചോദ്യമാണ്. വെള്ളിച്ചില്ലം വീതറി തുള്ളി തുള്ളി ഒഴുകും, വെള്ളിച്ചില്ലം വീതറി. എന്ത് വെള്ളിയാണ്? പണ്ടാറ വെള്ളി. കൊട്ടക്കണക്കിനാണ്. ഞാനൊരു കാര്യം ചെയ്യണം, വെള്ളിയാഴ്ച പുറത്തിറങ്ങരുത്. വെള്ളി വീഴാണ്ടിരിക്കാൻ വേണ്ടിയുള്ള ഐഡിയ ആണ് അതെ. പിന്നെ വെള്ള വസ്ത്രം എടുക്കരുത്, വെള്ളിപ്പാത്രത്തിൽ ഊണ് കഴിക്കരുത്. അങ്ങനെ വെളിക്കിരിക്കുന്നോണ്ട് വല്ല കുഴപ്പമുണ്ടോ? എന്തൊക്കെ പറയണേ. ചേട്ടാ, വേറെ ചോദ്യം ചോദിക്കണം. ഈ നമ്മുടെ കള്ളും വാറ്റും നമ്മുടെ സ്കോച്ചും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? വ്യത്യാസം? അതെ, അതും പാട്ടായിട്ട് പറഞ്ഞു. നന്നായിട്ട് പാടണം കേട്ടോ, വെറുതെ പഠിക്കോ. കള്ളിനുള്ളിൽ വാറ്റാണ്, കളറ് കയറ്റിയാൽ സ്കോച്ചാണ്, വാറ്റടിച്ചാൽ പോക്കാണ്. തീർച്ചയാ വളരെ മനോഹരമായിട്ടുണ്ട് പാട്ട്. കറക്റ്റാണ് പറഞ്ഞത്, പാട്ടിലൂടെ പറഞ്ഞത് വളരെ ഭംഗിയായിട്ടുണ്ട്. പിന്നെ അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. ചോദ്യം എന്ന് പറഞ്ഞാൽ ഒരു പാട്ടാണ്. എന്ത് പറഞ്ഞാലും നീ എൻ്റേതല്ലേ ലാലേ, നിന്ന് കിണുങ്ങാതെ ഒന്നുകൂടെ പൊരുലാലേ. ഈ മോഹൻലാലിന്റെ ശബ്ദത്തിൽ പാട്ടുപാടിയാണോ ഈ ലാലിനോട് ഇത്ര? ലാലേ എന്ന് പറഞ്ഞാൽ അതല്ല, അത് ഞാൻ ഫില്ല് ചെയ്തതാ. അതായത് അതെ, അതാണ് നമ്മുടെ ചോദ്യവും. എന്ത് പറഞ്ഞാലും നീ എൻ്റേതല്ലേ ലാലേ, അതാണ് ആ ലാലേ വരുന്ന സ്ഥലത്ത് എന്താണ് കറക്റ്റ് വേർഡ് വരുന്നത്? ഞാൻ 3 ഓപ്ഷൻസ് തരാം. വാവ, പാവേ, ഗോവേ. ഇതിലേതാണ് വരുന്നത്? ശ്രദ്ധിച്ചു പറയണം കേട്ടോ. വാവേ.
അതെ കമ്പ്യൂട്ടർ പറയാലോ അല്ലേ. വളരെ കറക്റ്റാണ്. എന്ത് പറഞ്ഞാലും റേഷൻ കടയിൽ നിന്ന് വളരെ കറക്റ്റാണ്. എന്ത് പറഞ്ഞാലും നീ എന്റേതല്ലേ വാവേ, നിന്നു കിണങ്ങാതെ ഒന്നുകൂടെ പൊരുവാവേ. അതാണ് വളരെ കറക്റ്റാണ്. പറഞ്ഞാലും ഞാൻ ഡെയിലി അടിക്കും സ്മോള്, പറഞ്ഞാലും ഡെയിലി അടിക്കും സ്മോള്. ഇവന് അടിക്കണ കാര്യം മാത്രമേ ഉള്ളൂ, വെള്ളം മൂഞ്ചണ കാര്യം മാത്രമേ ഉള്ളൂ. ഏതായാലും വളരെ മനോഹരമായിരിക്കുന്നു. കറക്റ്റാണ് ചേട്ടൻ. അപ്പോൾ 4 രൂപ 75 സമ്മാനമായിട്ട് കിട്ടിയിരിക്കുകയാണ്. അതെ, എല്ലാം വെച്ചിട്ടുണ്ട്, എല്ലാം കൂടി തരാം. ഇനി അടുത്ത ചോദ്യം എന്ന് പറഞ്ഞാൽ ഈ അതിനു മുമ്പ് അമ്മയ്ക്ക് കളയുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ട്? ഈ തള്ളക്ക് അയൽവക്കത്തോടെ പോയിട്ടില്ല, അതറിയോ? വേറെ സംഭവം കേട്ടോ, ഇവര് നെഞ്ചത്ത് കൈവച്ച് എന്ത് പറഞ്ഞാലും അത് നടക്കും. അത് ഞാൻ പറഞ്ഞില്ല, ഞാൻ നെഞ്ചത്ത് കൈവച്ചെന്ത് പറഞ്ഞാലും അത് അച്ചട്ടായിരിക്കും. ആണോ? വല്ല ഉദാഹരണങ്ങൾ വല്ലതും ഉണ്ടോ? ഇഷ്ടംപോലെ ഉദാഹരണങ്ങൾ. ഒന്ന് പറഞ്ഞ വളരെ. അതായത് എന്റെ മൂത്ത മോന് പിള്ളേരില്ല, 10 വർഷമായി കല്യാണം കഴിച്ചിട്ട് പിള്ളേരില്ല. ഞാൻ നെഞ്ചത്ത് കൈവച്ചിട്ട് പറഞ്ഞ് എന്റെ മോനൊരു കുഞ്ഞിക്കാല് കാണണെന്ന്. പിറ്റേ വർഷം എന്റെ മരുമോള് പ്രസവിച്ച് ഒരു കുഞ്ഞിക്കാല് മാത്രം. അതുപോലെ വേറെ സംഭവം, അതില് മൂത്ത മോൻ ശബരിമല പോകാൻ പിള്ളേരും മക്കളായിട്ട് പുറത്തിറങ്ങി അയ്യപ്പ സ്വാമിയെന്നും പറഞ്ഞ് നിൽക്കുമ്പോൾ ഞാൻ നെഞ്ചത്ത് കൈവച്ചിട്ട് പറഞ്ഞ് എന്നെ മക്കളൊന്നും വരുത്തല്ലേ, ഇതേ വരെ വന്നിട്ടില്ല, 10 വർഷമായി പോയിട്ട്. അതുപോലെ നീ നെഞ്ചത്ത് കൈവെപ്പിക്കരുതിട്ട് എന്നെ നീയും. വേണ്ട, പോട്ടെ. അപ്പൊ ഞാൻ വേറൊരു ചോദ്യം ചോദിക്കുകയാണ്. അടുത്ത ചോദ്യമാണ്. അയ്യാ വെരി സോറി, ഒരു ഡാഷായിരം സോറി, സ്വർണ്ണക്കട്ടി ഞാൻ പാടാം ഒരു സോറി. അയ്യാ വെരി സോറി, ഒരു ഡാഷായിരം സോറി, സ്വർണ്ണക്കട്ടി ഞാൻ പാടാം. ഏതാണ് ഉത്തരം? ഓപ്ഷൻസ് തരാം. ഐ ആം വെരി സോറി, ഒരു ഡാഷിന്റെ സ്ഥാനത്ത് എത്ര ആയിരം സോറിയാണ് വരുന്നത്? ഞാൻ ഇവിടെ ഓപ്ഷൻസ് തരാം. 4000 സോറി, 2500 സോറി, 3000 സോറി. ആലോചിച്ച് പറഞ്ഞാൽ മതി. പറയുമ്പോ ഇച്ചിരി കൂടുതൽ പറഞ്ഞേക്കാം. 4000 സോറി. 4000 സോറി ഉറപ്പാണല്ലോ അല്ലേ? കമ്പ്യൂട്ടർ ചോദിക്കാം. 4000 സോറി എന്നാണ് പറയുന്നത്. വളരെ കറക്റ്റാണ്. 4000 സോറി. വളരെ മനോഹരമായിട്ട് ഉത്തരം പറഞ്ഞിരിക്കുന്നത് ചേട്ടൻ. അപ്പം ഇപ്പോ 25 രൂപ 75 സമ്മാനമായിട്ട് കിട്ടിയിരിക്കുകയാണ്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. അതിന് ഞാനൊരു കാര്യം പറയുകയാണ്. ഒരു തവണ ഞാനും നമ്മുടെ മമ്മൂക്കയുണ്ട്, ഫിലിം സ്റ്റാർ മമ്മൂക്ക, ഞങ്ങൾ ഇവിടുന്ന് അമേരിക്കയ്ക്ക് ഒരു പ്രോഗ്രാമിന് പോകണം. അപ്പൊ ഫ്ലൈറ്റിൽ നേരെ സിംഗപ്പൂർക്ക് ചെന്നിറങ്ങി. അവിടെ നിന്ന് നേരെ ഹോങ്കോങ്, ലണ്ടനിൽ ചെന്നിട്ട് ഫ്രാങ്ക്ഫർട്ട് വഴി ഫ്രാൻസിൽ ചെന്നിട്ട് അവിടെ നിന്ന് നേരെ അമേരിക്കയ്ക്ക് പോവുകയാണ്. നോ സ്മോക്ക് പ്ലീസ്. ഓക്കെ, എന്താണ്? അല്ല ഇതന്നെ സഞ്ചാരം എന്ന് പറഞ്ഞു, ഇത്രയും രാജ്യങ്ങളിലൂടെ പോകാൻ നീ അല്ല ചേട്ടാ, ഞാൻ ഇത്രയും രാജ്യങ്ങളിലൊക്കെ സഞ്ചരിക്കുന്നുണ്ടെന്ന് നാട്ടുകാരൊന്നും അറിയണ്ടേ? ഒരു കാര്യം ചെയ്യും, ഒരു ഫുള്ള് മേടിക്കാനുള്ള കാശിപ്പിക്കാനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. എന്തെങ്കിലും തീരുമാനം ഉണ്ടോ? വില കളയില്ല കേട്ടോ. തല്ലി പിടിക്കാണ്ടിരിക്കും. അല്ല പ്ലീസ്, ഞാൻ അടുത്ത ചോദ്യം ചോദിക്കുകയാണ്. അപ്പോ ചേട്ടന് ഇഷ്ടമുള്ള വേറെ ഏതെങ്കിലും ഒരു പാട്ട് പാടാൻ പറ്റുമോ? എനിക്ക് ഇഷ്ടമുള്ള പാട്ട്? അതെ, അത് ഇപ്പോഴത്തെ എല്ലാ കുടിയന്മാർക്കും വേണ്ടിട്ട്, കുടിയന്മാർക്ക് വേണ്ടിട്ട് പാടാം. എല്ലാവരും കുടിയന്മാർക്ക് എന്തോ പറ്റിയിട്ടുണ്ടോ? വേണ്ട, സോറി, ആണല്ലേ, നിർത്തി. അപ്പോൾ ചേട്ടന് ഇപ്പോൾ നമ്മൾ കുടിയന്മാര് ഒരുപാട് വർദ്ധിച്ചു വരികയാണല്ലോ. അപ്പോൾ ഒരുപാട് കുടിയന്മാര് മരിച്ചു കുടിച്ച് ഇനി ഭാവിയിൽ വരുന്ന കുടിയന്മാർക്ക്, യുവതലമുറ കുടിയന്മാരോട് ചേട്ടന് എന്താണ് പറയാനുള്ളത്? എനിക്കൊരൊറ്റ കാര്യം പറയാനുള്ളൂ. പറഞ്ഞോളൂ. കുടിക്കുമ്പോൾ കൂടെ കുടിക്കാൻ 1000 പേർ വരും, നിർത്തുമ്പോൾ കൂടെ നിർത്താൻ നിന്നിഴൽ മാത്രം വരും. കുടിയ